എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. 2026 ജൂൺ മാസം വരാൻ പോവുകയാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച്, അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, രോഹിണി നക്ഷത്രം, മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഈ 2026 ജൂൺ മാസം എങ്ങനെയുള്ള ഫലങ്ങളാണ് നൽകാൻ പോകുന്നത് എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഈ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ, നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാന ശുഭഗ്രഹമായ വ്യാഴം ജൂൺ മാസം 2-ാം തീയതി മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറുക എന്നതാണ്. ഉച്ചസ്ഥിതിയിലേക്ക് വരുന്ന ഗുരുവിൻ്റെ ഈ മാറ്റവും, ഒപ്പം ജൂൺ പകുതിയോടെ സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് മാറുന്നതും, ചൊവ്വ നിങ്ങളുടെ സ്വന്തം രാശിയായ ഇടവത്തിലേക്ക് വരുന്നതുമെല്ലാം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കും, ജോലി, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ജൂൺ 2-ാം തീയതി വ്യാഴം നിങ്ങളുടെ 3-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നുണ്ട്. വ്യാഴം ഉച്ചത്തിലാവുന്നത് കൊണ്ട് തന്നെ വലിയ ദോഷങ്ങളുണ്ടാകില്ല. എങ്കിലും 3-ാം ഭാവത്തിലെ മാറ്റം ചില കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ജൂൺ 15-ന് സൂര്യൻ 2-ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു. ജൂൺ 21-ഓടെ ഊർജ്ജസ്വലനായ ചൊവ്വ നിങ്ങളുടെ ജന്മരാശിയായ ഇടവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശനി 11-ാം ഭാവത്തിൽ തുടരുന്നു. ഈ ഗ്രഹസ്ഥിതികൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പോസിറ്റീവും നെഗറ്റീവുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇനി ഓരോ മേഖല തിരിച്ച് പരിശോധിക്കാം. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കഠിനാധ്വാനത്തിന് കുറവൊന്നും ഉണ്ടാകില്ല. എന്നാൽ ജൂൺ മാസത്തിൽ ജന്മരാശിയിലേക്ക് ചൊവ്വ വരുന്നതും സൂര്യൻ 2-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതും ജോലിസ്ഥലത്ത് ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാക്കാം. സഹപ്രവർത്തകരുമായോ അല്ലെങ്കിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുമായോ ഒക്കെ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വാക്കുകളിൽ ദേഷ്യം പ്രകടമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പെട്ടെന്ന് പ്രകോപിതനായി ജോലി രാജിവെക്കുകയോ അല്ലെങ്കിൽ ആരോടെങ്കിലും തർക്കത്തിൽ ഏർപ്പെടുകയോ ഒക്കെ ചെയ്യരുത്. എന്നാൽ ബിസിനസ് രംഗത്തൊക്കെ നിൽക്കുന്നവർക്ക് ജൂൺ മാസം മിശ്രഫലമാണ്. പുതിയ കരാറുകളിലൊക്കെ ഒപ്പുവെക്കുമ്പോൾ ഡോക്യുമെൻറ്റുകളൊക്കെ കൃത്യമായി വായിച്ചു നോക്കുക. വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് മാസത്തിൻ്റെ 2-ാം പകുതിയോടെ അനുകൂലമായ ചില മറുപടികളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. കഠിനാധ്വാനത്തിനൊക്കെ ഒടുവിൽ വിജയം ഉറപ്പാണ്. എങ്കിലും ക്ഷമയാണ് ഈ മാസം നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. ഇനി സാമ്പത്തിക കാര്യങ്ങളിലേക്ക് വന്നാൽ, ഇടവക്കൂറുകാരുടെ 2-ാം ഭാവമായ ധനഭാവത്തിലേക്ക് ജൂൺ പകുതിയോടെ സൂര്യൻ എത്തുന്നുണ്ട്. അതിനോടൊപ്പം ബുധനും ശുക്രനുമൊക്കെ അനുകൂലമായി മാറുന്നതിനാൽ ധനാഗമനത്തിന് വലിയ തടസ്സങ്ങളുണ്ടാകില്ല. കുടിശ്ശികയായിട്ടൊക്കെ കിടന്നിരുന്ന പണമൊക്കെ കയ്യിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതേസമയം വ്യാഴത്തിൻ്റെ 3-ാം ഭാവത്തിലെ മാറ്റം കാരണം അനാവശ്യ ചെലവുകളൊക്കെ വരാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് യാത്രകൾക്ക് വേണ്ടിയോ ആഡംബര വസ്തുക്കൾക്കൊക്കെ വേണ്ടിയോ പണമൊക്കെ ചെലവഴിക്കേണ്ടി വന്നേക്കാം. ലോട്ടറി, ഷെയർ മാർക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പണമൊക്കെ നിക്ഷേപിക്കുമ്പോൾ വളരെ ആലോചിച്ചു മാത്രം ചെയ്യുക. വലിയ ലാഭമൊക്കെ പ്രതീക്ഷിച്ച് മറ്റുള്ളവരുടെയൊക്കെ വാക്ക് കേട്ട് പണം കടം കൊടുക്കരുത്. ഈ മാസം പണം സമ്പാദിക്കുന്നതിനേക്കാൾ പ്രാധാന്യം അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നതിലാണ്. ഇനി കുടുംബജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, ജൂൺ മാസം ഇടവക്കൂറുകാർക്ക് കുറച്ചധികം സംയമനമൊക്കെ പാലിക്കേണ്ടതായി വരാം. ജന്മത്തിലൊക്കെ ചൊവ്വ വരുന്നതുകൊണ്ട് നിങ്ങളുടെ സ്വഭാവത്തിൽ ചെറിയ രീതിയിലുള്ള വാശിയോ ദേഷ്യമോ ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. ഇത് ജീവിത പങ്കാളിയുമായോ അല്ലെങ്കിൽ മാതാപിതാക്കളുമായോ ഒക്കെയുള്ള ബന്ധത്തിൽ ചെറിയ സ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ഈ മാസം അല്പം ശ്രദ്ധയൊക്കെ കൊടുക്കേണ്ടതുണ്ട്. എങ്കിലും കുട്ടികളുടെ പഠനകാര്യത്തിലോ അവരുടെ പഠന പുരോഗതിയിലോ ഒക്കെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുണ്ടാകുന്നതാണ്. വീട്ടിലെ ബന്ധുക്കളുടെയൊക്കെ സന്ദർശനവും പ്രതീക്ഷിക്കാം. പ്രണയിക്കുന്നവർക്ക് പരസ്പരമുള്ള വിശ്വാസമൊക്കെ നിലനിർത്താൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായൊക്കെ വന്നേക്കാം. ചെറിയ തെറ്റിദ്ധാരണകൾ പോലും വലിയ വഴക്കുകളിലേക്കൊക്കെ പോകാതിരിക്കാൻ ഈഗോ ഒക്കെ മാറ്റിവെച്ച് സംസാരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ, നിങ്ങളുടെ രാശിയിലേക്ക് ചൊവ്വയൊക്കെ വരുമ്പോൾ ശരീരത്തിന് ഉഷ്ണക്കൂടുതൽ, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള രക്തസമ്മർദ്ദ വ്യതിയാനങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകാം. ദേഷ്യമൊക്കെ നിയന്ത്രിക്കാൻ ദിവസവും യോഗയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. യാത്രയൊക്കെ ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധയൊക്കെ പുലർത്തുക. പ്രത്യേകിച്ച്
വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ വേഗതയൊക്കെ അല്പം കുറച്ചു പോവുക. വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയൊക്കെ കേന്ദ്രീകരിക്കേണ്ടതായി വരുന്നതാണ്. പഠന കാര്യങ്ങളിൽ മടിയൊക്കെ വിട്ടുമാറുകയും കഠിനാധ്വാനമൊക്കെ ചെയ്യുകയും വേണ്ടതാണ്. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ അവർ കുറച്ച് കൂടുതൽ കഠിന പരിശ്രമമൊക്കെ നടത്തിയാൽ മാത്രമേ വിചാരിച്ച ഒരു ഫലം ലഭിക്കുകയുള്ളൂ. ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ചില അവസരങ്ങൾ മാസാവസാനത്തോടെയൊക്കെ വരാനും സാധ്യതയുണ്ട്. ഈ ജൂൺ മാസത്തെ ചെറിയ ഗ്രഹദോഷങ്ങളെയൊക്കെ മറികടക്കാനും ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യമൊക്കെ വരാനും ഇടവക്കൂറുകാർ ചെയ്യേണ്ട ലളിതമായ പരിഹാരങ്ങൾ എന്താണെന്ന് നോക്കാം. ജന്മത്തിലേക്ക് ചൊവ്വയൊക്കെ വരുന്നതുകൊണ്ട് ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. അതുപോലെ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ അല്ലെങ്കിൽ ജപിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ ദേവി ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. സാധുക്കളായ ആളുകൾക്ക് അന്നദാനമോ അല്ലെങ്കിൽ വസ്ത്രമോ ഒക്കെ ദാനം ചെയ്യുന്നതും വലിയ പുണ്യമാണ്. ചുരുക്കത്തിൽ 2026 ജൂൺ മാസം ഇടവക്കൂറുകാർക്ക് വലിയ പ്രതിസന്ധികളൊന്നും ഇല്ലാത്ത, എന്നാൽ വാക്കുകളിലും പ്രവർത്തികളിലും നല്ല രീതിയിൽ ക്ഷമയും ശ്രദ്ധയും ഒക്കെ പുലർത്തേണ്ട ഒരു മാസമാണ്. ഈ മാസഫലം നിങ്ങളുടെ പൊതുവായ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ളതാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ജാതകത്തിലെ ദശാകാലങ്ങളൊക്കെ അനുസരിച്ച് ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നന്ദി, നമസ്കാരം.